ഹലോ ഫ്രണ്ട്സ്, ഷജിൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ്, ട്രിവാൻഡ്രം ശംഖുമുഖത്താണ് പാർക്കിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇത് അവിടുത്തെ ആ പ്രതിമയാണ്, അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രതിമയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ ഇപ്പോൾ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത്. അവിടെ അനേക വ്യക്തികൾ അവിടെ വന്നിരിക്കുന്നുണ്ട് ഓരോ മരത്തിൻ്റെ ചുവട്ടിൽ. അത് സെക്യൂരിറ്റിയാണ് അവിടെ നിൽക്കുന്നത്. ഈ ചാനൽ കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അതേപോലെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ് നോട്ടിഫിക്കേഷനായി. നിങ്ങളുടെ ഫ്രണ്ട്സുകളിൽ ഷെയർ ചെയ്ത് എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ഹെലികോപ്റ്റർ അവിടെ വെച്ചിട്ടുണ്ട്. അടുത്ത പിന്നെ കടലാണ്, ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടൽ, ബീച്ച് ആണ് ഇവിടെ ശംഖുമുഖം. ഇവിടെ പല ഇതും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അടുത്ത ഓണത്തിൻ്റെ പരിപാടിയായിട്ട് ആണ് ഇതെല്ലാം ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഓണാഘോഷ പരിപാടിക്ക് വേണ്ടിയാണ്. അതേപോലെ തന്നെ ഇവിടെ മരണക്കിണറുമുണ്ട്. മരണക്കിണർ കാർ ഓടിച്ച് ബൈക്ക് ഓടിക്കുന്നതും അതിൻ്റെയൊക്കെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇവിടെ എത്രാം തീയതി തൊട്ട് തുടങ്ങുമെന്ന് എനിക്കറിയില്ല. ഓണത്തിനാണെന്നാണ് കരുതുന്നത്. അവിടെ വന്നപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിനകത്ത് ഉള്ള കാറാണ് ഈ പുറത്ത് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ റോഡിൽ നിന്നാൽ നമുക്ക് കടൽ കാണാം. അങ്ങനത്തെ ഒരു പ്രകൃതമുള്ളതാണ് ഈ ശംഖുമുഖം. കടലിൻ്റെ തൊട്ടടുത്താണ് ഈ റോഡ്. നല്ല രസമുള്ള കാഴ്ചയാണ്. ഏവർക്കും ഇവിടെ വന്ന് കാണാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഇവിടെ വരാം. റോഡിൻ്റെ സൈഡിലാണ് ഈ കടൽ ഉള്ളത്. നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ചേർത്തിട്ടുണ്ടായിരിക്കും. പോകുന്ന എല്ലാവർക്കും അവിടെ പോകാം. ആ കടലിൻ്റെ കളർ കണ്ടോ, തിരമാല പിടിച്ചു വരുന്ന അങ്ങനെ നല്ല നല്ല കാഴ്ചകൾ കാണാം. നല്ല വ്യത്യസ്തമായ കാഴ്ചകളാണ്. അതേപോലെ ഒരു വൈബാണ് ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് ആ കാറ്റും അങ്ങനെ നല്ല രസമുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. പിന്നെ ബീച്ച് ഏരിയ ഉണ്ട്, പാർക്ക് എല്ലാം ഉണ്ട്. അതുപോലെ ഈ വീഡിയോയ്ക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അത് ഓരോന്നായിട്ട് ക്രമീകരിച്ച് ക്രമേണ ക്ലിയറായി വരെയുള്ളൂ. എന്ന് പറഞ്ഞ് ഇതിനെപ്പറ്റി നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ. അപ്പം തുടക്കത്തിലെ ചെറിയ പാളിച്ചകളുണ്ട്, എനിക്കറിയാം. നിങ്ങളെല്ലാം ക്ഷമിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊക്കെ വീഡിയോ എത്തിച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം, സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരുന്ന നോട്ടിഫിക്കേഷനായി. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നാലേ നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മുന്നേറാൻ പറ്റില്ല. നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്, അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് എത്രയും സബ്സ്ക്രൈബ് കൂട്ടാൻ പറ്റുമോ അത്രയും സബ്സ്ക്രൈബ് നമുക്ക് കൂടി വരണം. അതുകൊണ്ട് ഈ ഫാമിലിയിലുള്ള എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സുകളിൽ എത്തിക്കുക. അതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. നമ്മൾ നല്ല ലെന്തുള്ള വീഡിയോകളല്ല ഇടുന്നത്. ആദ്യമേ ചെറിയ വീഡിയോകളാണ് ഇടുന്നത്. പിന്നത്തേൽ വലിയ വീഡിയോകൾ ഇടത്തതേ ഉള്ളൂ. തുടക്കമായതുകൊണ്ടാണ് ചെറിയ വീഡിയോകൾ നമ്മൾ ഇടുന്നത്.